ഹലോ ഫ്രണ്ട്സ്, അപ്പൊ ഇന്ന് നമ്മള് സ്കൂൾക്ക് ഫസ്റ്റ് ഡേ പുതിയ സ്കൂൾക്ക് പോവാട്ടാ. അപ്പൊ എന്താ പറയല്ലേ, നിങ്ങള് നാട്ടിൽ നിന്നിട്ട് ആദ്യമായിട്ട് സ്കൂൾ പോവല്ലേ? നാട്ടിലത്തെ സ്കൂളില് കൊറേ കാലത്തിന് ശേഷം ആദ്യമായിട്ട് പോവാണ്. പുതിയ സ്കൂളിൽ നമ്മൾ ചേർത്തു. പുതിയ 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 കൂട്ടുകാരെ, സനുണ്ട് എന്റെ കൂടെ. എല്ലാം പുതിയതാട്ടോ, എല്ലാം പുതിയതാണ്. അതുകൊണ്ട് നിങ്ങള് ഹാപ്പി അല്ലേ? സെറ്റ് അല്ലേ? അത് മറ്റേ സ്കൂൾ പോലെ ഇത് പ്രൈവറ്റ് ആട്ടാ, ഇത് കാശ് കൊടുത്ത് പഠിക്കുന്നതാണ്. അപ്പൊ അതിന്റേതായുള്ള പ്രശ്നങ്ങളല്ല സ്ട്രിക്റ്റ് ഉണ്ടാവും. വെറുതെ പറ്റൂല. ഇപ്പൊ 2 കൊല്ലം കൂടി കഴിഞ്ഞാൽ എന്നെ ചേർക്കൂടാ ഞങ്ങള്. ഇങ്ങോട്ട് വരണ്ട, ഞാൻ ഡ്രൈവ് ചെയ്യാണ്, ഇങ്ങോട്ട് വരണ്ട. അപ്പൊ അതാണ് ഇന്നത്തെ കഥ. നല്ല രസം ഉണ്ടാവില്ല സ്കൂളായിട്ട്. എന്താവും നമ്മൾ കാണിച്ചു കൊടുക്കാട്ടെ സ്കൂളിൽ എങ്ങനെയാണ് സ്കൂളിന്റെ കാര്യങ്ങളൊക്കെ ചെറിയ അപേക്ഷ. എന്തിന് നല്ല പേടിയുണ്ട്. അത്ര എന്തിനാ പേടിക്കണേ? നമ്മക്കൊന്നും പണ്ട് പോകുമ്പോ പേടി ഉണ്ടാവില്ലല്ലോ. നമ്മള് പോണത് ഇവര് പോണത് തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. നമുക്ക് അടിച്ച എല്ലാ തൂക്കാപാത്രമായിട്ട് മണ്ട് അങ്ങനെ ഒരു കഥയായിരുന്നു. അപ്പൊ ബാക്കി കാര്യങ്ങൾ നമ്മൾ സ്കൂളിലൊക്കെ കാണിച്ചു തരട്ടോ. അങ്ങനെ നമ്മളെ മക്കളൊന്ന് പുതിയ സ്കൂളിലോട്ട് പോകാൻ കേട്ടോ. നമ്മളെല്ലാവരും കുട്ടികളൊന്നും കുറേ പിള്ളേരൊന്നും ഇപ്പോൾ ഫസ്റ്റായിട്ട് ചേരുന്നുണ്ടാവില്ലേ. LKGക്ക് പോകുന്ന കുട്ടികളുണ്ടാവും, ന്യൂ അഡ്മിഷന് പോകുന്ന കുട്ടികളുണ്ടാവും. അതേപോലെ നമ്മളെ ഷബേബിയും ഐഷു ഒന്ന് ന്യൂ അഡ്മിഷനാണ്. MM ഹൈസ്കൂളിലാണ് ചേർത്തിട്ടുള്ളത്, മോഡാലല്ല കേട്ടോ. അപ്പോൾ അവിടുന്ന് ഒരുപാട് ആൾക്കാരെ കണ്ടു, ഒരുപാട് ആൾക്കാരോട് സംസാരിച്ചു, പരിചയപ്പെട്ടപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇന്ന് പ്രവേശനോത്സവമല്ല, പിള്ളേരെ കൈപിടിച്ച് കൊണ്ടാക്കണം. നമ്മൾ 10th പിള്ളേരാട്ടോ. അത് നല്ലൊരു കാര്യമായി. 10th പിള്ളേർ കഴിഞ്ഞിറങ്ങി, SLC കഴിഞ്ഞിറങ്ങിയ പിള്ളേരില്ലേ, അവർ വന്നിട്ടാണ് ഇനിയുള്ള പുതിയ മക്കളെ കൈപിടിച്ച് LKGയിലേക്ക് കൊണ്ടാക്കുന്നത്. പക്ഷേ അത് രസമായിരുന്നു കേട്ടോ. എല്ലാ പേരൻസും, ഒരുവിധം പേരൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിള്ളേരും പേരൻസൊക്കെ എല്ലാം അടിച്ച് പൊളിച്ച് ബലൂണും തൊപ്പിയൊക്കെ വെച്ചിട്ട്, ഇതൊക്കെ KG UKG LKGയും പിള്ളേരുമാണ്. പിന്നെ ന്യൂ അഡ്മിഷനും ഉണ്ടായി കുറച്ച് പിള്ളേർ. പക്ഷെ എന്തായാലും അടിപൊളിയായിരുന്നു. അതിലൊന്നും നമ്മുടെ ശബിനെ കാണൂല കേട്ടോ. തിരഞ്ഞിട്ട് കാര്യമില്ല, മക്കളെ കാണൂല. ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങോട്ട് എത്താനിടല്ലോ, അതാ കരച്ചിൽ തുടങ്ങി. കുറച്ച് നേരമൊക്കെ ബ്രദറിൻ്റെ മോളും അവളൊരു ക്ലാസ്സിലാണ്. അപ്പോൾ അവളെ കൂടെ കളിച്ച് കുറച്ച് കഴിഞ്ഞേക്ക് ഞാൻ പോകുന്നുള്ള പേടിയോണ്ടാണ് തോന്നുന്നു. ഭയങ്കര കരച്ചിലും. പിന്നെ ഐഷുവിന് വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഐഷുവിന് പിള്ളേരായിട്ട് പെട്ടെന്ന് കമ്പനിയായി. ഓള് 7th മുകളിലായിരുന്നു ക്ലാസ്. അവിടെ കൊണ്ടാക്കി അവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. പിന്നീട് അവൾ ഒറ്റ ക്ലാസ്സിൽ പോയിരുന്നു. അവൾക്ക് സീനൊന്നുമില്ല, അവൾ നല്ല രീതിയിൽ ഓക്കെയാണ്. പക്ഷേ ഇഷ ബേബിയാണ് ഒരു രക്ഷയില്ലാത്ത ചീറി പൊളിച്ച് അലോക്കാക്കി. അപ്പോൾ ടീച്ചേഴ്സിനൊക്കെ പരിചയപ്പെട്ടു, വണ്ടിയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു, എല്ലാം ഓക്കെ ആക്കി. ഈശോയുടെ യൂണിഫോമും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തു. എന്നിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷമായി. കുഞ്ഞു മക്കൾ ഫസ്റ്റ് തുടങ്ങിയല്ലല്ലോ, ഇതുവരെ വീട്ടിൽ കളിച്ചിരുന്ന മക്കൾ ഇന്ന് മുതൽ സ്റ്റാർട്ടാവില്ല. അപ്പോൾ കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പിള്ളേരൊക്കെ പാടെ ക്ലാസ്സൊക്കെ പാർക്ക് പോലെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു.